ഈ വർഷത്തെ അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കിയ നമ്മുടെ പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ ഒരു മിടുക്കനായ വിദ്യാർത്ഥിയാണ് നമ്മുടെ സായുജ്. സായുജിനെ കാണാനാണ് ഞങ്ങൾ ടീം ബ്രില്യൻ കണ്ണൂർ തളിപ്പറമ്പിൽ സായുജിൻ്റെ വീട്ടിൽ എത്തിയിരിക്കുന്നത്. സായുജിൻ്റെ അമ്മയും അതുപോലെ തന്നെ അച്ഛമ്മയും എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ആ ഒരു കുറേ നാളത്തെ ഒരു പ്രയത്നത്തിൻ്റെ ഒരു ഫലം കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അമ്മയും അതുപോലെ തന്നെ അച്ഛമ്മയും സായുജും അല്ല. അപ്പോൾ സായുജ്, എന്താണ് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാനുള്ളത്? ഈ ഒരു വിജയത്തിൽ എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം തോന്നുന്നു. കുറേ കഷ്ടപ്പെട്ട കുറച്ച് കൊല്ലമായിട്ട് പിന്നെ കഷ്ടപ്പെട്ട് തന്നെയാണ്. അപ്പോൾ ഇത്രയും നല്ല മാർക്ക് കിട്ടിയിട്ട് അധികം നല്ല സന്തോഷം തോന്നുന്നു. ബ്രില്യൻറ്റിലെ റെസിഡൻഷ്യൽ സ്റ്റുഡൻ്റ് ആയിരുന്നു? അതെ അതെ. ഏതായിരുന്നു സ്കൂള്? കെയ്മാന്നാണ്. കെയ്മാന്നാണ്. ഓക്കെ. അപ്പം എങ്ങനെയായിരുന്നു ബ്രില്യൻറ്റിലേക്ക് വരാനുണ്ടായ കാരണം? പേരൻസിൻ്റെ ഒരു സജഷൻ ആയിരുന്നു ബ്രില്യൻറ്റ്? ചേട്ടൻ്റെ സജഷൻ ആയിരുന്നു മെയിനായിട്ട്. അവനാണ് പറഞ്ഞത് ഇങ്ങനെ. ചേട്ടൻ എന്താ ചെയ്യുന്നത്? ചേട്ടൻ ആ സമയത്ത് IIT മദ്രാസ് പഠിക്കുമായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറേ അവൻ്റെ ക്ലാസ്മേറ്റ്സും കുറേ ആളും ഇവിടെ തന്നെ. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്താണ് ഇവിടെ പോയിക്കോന്ന്. അപ്പോൾ അങ്ങനെ ഇതിൽ പരിചയപ്പെട്ടു, ഇതിൽ കയറി വന്നു. ചേട്ടൻ സജസ്റ്റ് ചെയ്തതാണ് അതെ ബ്രില്യൻറ്റിലേക്ക് എത്തിയത്. ഓക്കെ. അപ്പോൾ എങ്ങനെയായിരുന്നു ഇതിൽ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ അഡ്വാൻസിന് വേണ്ടിയിട്ടുള്ള? ഫസ്റ്റ് ഇയർ ഓൺലൈനായിട്ട് പോയി. അത് ആദ്യമൊക്കെ എന്തായാലും ഇവർ അത്യാവശ്യം നല്ലപോലെ പോകുന്നുണ്ടായാലും മെയിൻസും അഡ്വാൻസും ഒരേപോലെ. പിന്നെ മെയിൻസ് ഫസ്റ്റ് ഫേസ് ഒന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും അഡ്വാൻസിലോട്ട് ഒന്ന് ഇറങ്ങിയ പോലെ തോന്നിയത്. അത്യാവശ്യം നല്ല പിന്നെ നല്ല പ്രൊഫസേഴ്സൊക്കെ വന്നിട്ട് കുറേ പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞുതരാൻ തുടങ്ങി. നമ്മൾ വേറെ രീതിയിൽ ചിന്തിപ്പിക്കാൻ തുടങ്ങി. അതൊക്കെ അങ്ങനെ നമ്മൾ അഡ്വാൻസിലേക്ക് ശരിക്കും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കിനി അച്ഛമ്മയോട് ചോദിക്കാം, അച്ഛമ്മയുടെ സന്തോഷം കാര്യങ്ങളൊക്കെ. പേരെങ്ങനെ? പേര് പത്മിനി. എന്തായിരുന്നു ചെയ്തത് നേരത്തെ? ഞാൻ ടീച്ചറാണ്. പിന്നെ ഇവിടെ ഒരു എയ്ഡഡ് സ്കൂളിലായിരുന്നു. പിന്നെ റിട്ടയർഡായിട്ട് 21 വർഷമായി. ഓക്കെ. അപ്പോൾ നമ്മുടെ സായുജിൻ്റെ അച്ഛൻ്റെ അമ്മയാണല്ലേ? ഓക്കെ. അച്ഛൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അച്ഛൻ ഗൾഫിലാണ്, ദുബായിലാണ്. അവൻ CA കഴിഞ്ഞിട്ട് പോയതാണ്. പിന്നെ ഇത് വളരെ സന്തോഷമുണ്ട്. കാരണം ഈ സായുജിൻ്റെ ഏട്ടൻ സ്വയം പരിശ്രമിച്ചിട്ടാണ് IIT-യിൽ കിട്ടിയത്, ചെന്നൈ IIT കിട്ടിയത്. അപ്പോൾ അതിന് ശേഷം തന്നെ അവരെ കൂട്ടുകാരെല്ലാം പറയുന്നുണ്ട്, നേരെ പറയുന്നുണ്ട് ഇവനെ അങ്ങോട്ട് അയക്കണമെന്ന്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് അയച്ചു. നല്ല സന്തോഷമുണ്ട്. കുട്ടികളെ പഠിത്തത്തിൻ്റെ എല്ലാം പിന്നിൽ അമ്മേൻ്റെ പ്രയത്നം തന്നെയാണ്. അച്ഛൻ ആദ്യം ഗൾഫിൽ തന്നെയാണ്. അപ്പോൾ അമ്മ തന്നെയാണ്, എല്ലാറ്റിനും അമ്മ തന്നെയാണ്. രണ്ടുപേരുടെ പഠിത്തത്തിൻ്റെ പിന്നിലുള്ള ആ ചാലകശക്തി. ഫുൾ സപ്പോർട്ട് എന്തിനും ഏതിനും. അതുകൊണ്ട് അത് നല്ലൊരു സന്തോഷമായി. ചേട്ടൻ്റെ ആ ഒരു പാത തന്നെ അനിയനും പിന്തുടരാനായിട്ട് സാധിച്ചല്ലേ? സാധിച്ചു. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ IIT-യിൽ തന്നെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലും പ്രിപ്പറേഷനൊക്കെ ആയിരിക്കും അല്ലേ? അപ്പം എവിടെയാണ് സായുജിന് ഏത് IIT-യിലാണ് താല്പര്യം? സത്യം പറഞ്ഞാൽ തീരുമാനിച്ചില്ല. ഒരു ഡ്രീം ക്യാമ്പസ് നല്ല രീതിയിൽ കാണില്ലേ? അത് IIT ആയിരുന്നില്ല, IIC ആയിരുന്നു. IIC ബാംഗ്ലൂർ. എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിന്നും റിസർച്ച് ഫീൽഡിലോട്ട് മാറാൻ ആ ഒരു രീതിയിലേക്ക് പോകാനാണോ കൂടുതലും? ഓക്കെ. അപ്പോൾ സായുജ് ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് തന്നെ അഡ്മിഷൻ ലഭിക്കട്ടെ എന്നാണ് ഞങ്ങൾ ടീം ബ്രില്യൻ്റ് ആശംസിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകളിലും അതുപോലെ തന്നെ ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിലുമുള്ള എല്ലാ പരീക്ഷകളിലും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനും ഉന്നത വിജയം നേടാനും സായുജിനും സാധിക്കട്ടെ എന്ന് അതിന് ഫുൾ സപ്പോർട്ടുമായിട്ട് ഫാമിലിയുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. ഒരിക്കൽ കൂടി ആശംസകൾ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.